എമിമ മിനിസ്ട്രീസിൻ്റെ സ്നേഹസന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവിനെ സഹായിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് ലോകത്ത് നമ്മുടെ ഇടയിൽ അനിഷ്ട സംഭവങ്ങൾ വളരെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പാപത്തെ പച്ചവെള്ളം പോലെ വാരിക്കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇതിൻ്റെ നടുവിൽ യേശുവിനെ ഉയർത്തിപ്പറയാൻ കർത്താവ് നല്ല ഭാഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് പകരാൻ കഴിയുമോ? പ്രിയ ശ്രോതാക്കളെ, നിങ്ങളെ അറിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ഒറ്റപ്പെട്ട മേഖലയിൽ നിങ്ങൾ പലപ്പോഴും ഭാരപ്പെടുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഒരാൾ മാത്രമേ ഉള്ളൂ, യേശു മാത്രമാണ്. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഇരിക്കും. സ്വന്തക്കാരോ ബന്ധുക്കാരോ നമ്മുടെ സ്നേഹിതരെല്ലാം അകന്നു മാറുമ്പോൾ അകലാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സ്നേഹം മാത്രമാണ്. ഇന്ന് പകൽക്കാലം ആ യേശുവിൻ്റെ സ്നേഹത്തിന് മുമ്പിലേക്ക് നമുക്ക് അല്പസമയം ആയിരിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. നഹും പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസ ശരണവും തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നമ്മൾ വായിച്ച പ്രകാരമാണ് യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നോക്കണമേ, ലോകത്തിലെ ജനങ്ങൾ, സഹോദരി സഹോദരന്മാർ, എന്നെ കേൾക്കുന്ന സഹോദരി കുഞ്ഞുങ്ങളെ, പലപ്പോഴും നമ്മൾ ലോകത്തെ ആശ്രയിക്കുന്നവരായിരിക്കാം. പക്ഷേ ആശ്രയമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി തീരുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാലയം പറഞ്ഞ ഒറ്റക്കാര്യമാണ്, നിന്റെ ആശ്രയം യേശുവിലായിരിക്കുക. ലോകത്തിലെ ആശ്രയം പലപ്പോഴും നമുക്ക് വേദനകരമായി തീരുമ്പോൾ, നിരാശയിലേക്ക് പോകുമ്പോൾ ഇന്ന് പകൽക്കാലം യേശുവിനെ ആശ്രയിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ആശ്രയം വ്യർത്ഥമായി പോകത്തില്ല. ലോകം മാറിപ്പോയാലും, സ്നേഹിതൻ മാറിപ്പോയാലും, യേശുവിൻ്റെ സ്നേഹം നീ ഇരിക്കുന്ന റൂമിനകത്ത്, നീ ഇരിക്കുന്ന മണ്ഡലത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ രോഗങ്ങൾ അഴിയാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, ആശ്രയിക്കുന്ന യേശുവിലാണ് നിന്റെ ആശ്രയം പൂർണ്ണമാണെങ്കിൽ, വചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ സ്നേഹം പൂർണ്ണ രീതിയിലാണെങ്കിൽ, ആശ്രയം പൂർണ്ണമാണെങ്കിൽ, കപടമില്ലാത്തതാണെങ്കിൽ, ആശ്രയത്തിനകത്ത് ദൈവത്തിൻ്റെ സ്പഷ്ടമായ സാന്നിധ്യം ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യഹോവയുണ്ട്. ആ യഹോവയുടെ പേര് സർവശക്തനായ യഹോവ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, പ്രതിസന്ധികളെ മാറ്റിമറിക്കുന്നവൻ ഇന്ന് പകൽക്കാലം നിന്റെ കൂടെയുണ്ട്. അതിന് പ്രകാരമാണ്, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണമാണ്. യഹോവ നല്ലവനാണ്, തങ്ങൾ ആശ്രയിക്കുന്ന കരുണ ദൈവമാണ്. വചനം വ്യക്തമായി പറയുന്നു, യഹോവ നല്ലവനാണ്. നീ നല്ലവനല്ലെങ്കിലും നിന്റെ ദൈവം നിനക്ക് നല്ലവനാണ്. പലപ്പോഴും നമ്മൾ യേശു നിന്ന് അകന്ന് മാറുമ്പോൾ യേശു കർത്താവ് ഒരു വാക്കുണ്ട്, നീ അകന്ന് മാറരുത്, നിന്റെ കൂടെ ഞാനുണ്ട്. നോക്കണമേ, പത്രോസ് ദൈവസ്ഥനിൽ നിന്ന് ഓരോ ദിവസം അകന്ന് മാറിയപ്പോഴും, പത്രോസ് അകന്നു മാറുമ്പോൾ കൂടെ യേശുവും അകന്നു മാറിയില്ല. പത്രോസിനെ സ്നേഹിക്കുന്നവനാണ്. പകൽക്കാലം പലപ്പോഴും ജീവിതത്തെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നിരാശകൾ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും അകന്നു മാറാറുണ്ട്. പക്ഷേ വചനം പറഞ്ഞില്ല, നീ അടുത്തേക്ക് വരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാനിടയായിത്തീരും. പ്രശ്നമായിരിക്കും ഒരുപക്ഷെ നിന്റെ കാരണം, പ്രതികൂലമായിരിക്കാൻ കാരണം, മാനസികമായ തളർച്ചയായിരിക്കാൻ കാരണം, എന്തുമാകട്ടെ, കുടുംബത്തിന് തകർച്ചയായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ബന്ധമായിരിക്കാം, സഹോദര ബന്ധമായിരിക്കാം, അത് എന്ത് വിഷയമാകട്ടെ. പക്ഷേ നിന്റെ ആശ്രയം യേശുവിലാണെങ്കിൽ നിന്റെ തകർച്ചകളെ മാറ്റുന്നവൻ യേശു കർത്താവാണ്. ഇന്ന് പകൽക്കാലം യേശു നിനക്ക് വേണ്ടി വലിയ ചെയ്യുന്നിടയായിത്തീരും. അതുകൊണ്ട് വചനം പറയുന്നത്, നിന്റെ ആശ്രയം യേശുവിലാണെങ്കിൽ, ലോകത്തിൽ ആശ്രയിക്കാതെ ഒരുപക്ഷെ സഹോദരന്മാരെ ആശ്രയിച്ചാൽ അല്പസമയം കഴിയുമ്പോൾ നിനക്ക് വളരെ നീറുന്ന വിഷയം നിന്റെ അകത്ത് കടന്നു വരാം. ബന്ധുക്കളിൽ ആശ്രയിച്ചാൽ അല്പസമയം കഴിയുമ്പോൾ ഇവരിൽ നിന്ന് കുത്തുവാക്ക് നിനക്ക് വേദന വരാം. പക്ഷേ നിന്റെ ആശ്രയം യേശുവിലാണെങ്കിൽ കുത്തുവാക്ക് വരത്തില്ല. അനുഗ്രഹത്തിന്റെ വാക്ക് പറയുവാൻ നിന്റെ ശബ്ദം, നിന്റെ ചെവികൾ യേശുവിലേക്ക് സമർപ്പിക്കുന്നെങ്കിൽ നിന്റെ ചെവിക്കകത്തേക്ക് ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അതുകൊണ്ട് വചനം പറയുന്നത്, യഹോവ നല്ലവനും കഷ്ടദിവസ ശരണമാകുന്നു. എങ്ങനെയാണ് ദൈവം നല്ലവനാകുന്നത്? എങ്ങനെയാണ് ദൈവ ശരണമാകുന്നത്? പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നീ മറ്റാരെയും ആശ്രയിക്കാതെ
നീ ഇരിക്കുന്ന ഇരിപ്പടത്തിരുന്നു കൊണ്ട് അപ്പ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ അപ്പൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രൈസ് ഹല്ലേലൂയ. നിന്റെ ജനിപ്പിച്ച അപ്പനും അമ്മയും നിനക്ക് വേണ്ടി വന്നില്ലെന്ന് വരാം, പക്ഷേ അത് നിന്റെ വിഷമ സമയത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു അപ്പനുണ്ട്. അപ്പന്റെ പേരാ യേശു കർത്താവ്. പ്രതികൂലം വരുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങിയ ഒരു അപ്പനുണ്ട്, അപ്പന്റെ പേരാ യേശു കർത്താവ്. ഇന്ന് ആ യേശു കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെ പറയാണ്, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ലോകം അറിയുന്നില്ലെന്ന് വരാം, ബന്ധുക്കൾ അറിഞ്ഞില്ലെന്ന് വരാം, നിന്റെ പേരോ പ്രസിദ്ധിയോ നിന്റെ ഭവനം ആരും അറിഞ്ഞില്ലെങ്കിലും ഒരു കാര്യം പറയാ, ദൈവ കുഞ്ഞ് നിന്നെ അറിയുന്നുണ്ട്. ഒരു പക്ഷെ നിരാശയിലായിരിക്കാം, നീ കടഭാരത്തിലായിരിക്കാം, അല്ലെ എല്ലാം കൊണ്ട് അകന്ന വ്യക്തിയായിരിക്കും, പക്ഷേ നിന്നെ അറിയുന്ന യേശു ഇന്ന് നിന്നെ അറിയുന്നുണ്ട്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ആ യേശു നിന്നെ അറിയുന്നുണ്ട്. നീ എവിടെയാകട്ടെ, ഇരിക്കുമായിരിക്കാം, നിൽക്കുമായിരിക്കാം, ഏത് മണ്ഡലത്തിലാകട്ടെ, പക്ഷെ ഇന്ന് നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ റൂമിനകത്തേക്ക് ആ യേശുവിന്റെ സ്നേഹം ഓടി വരാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ബൈബിളിൽ നാം നോക്കുകയാണെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച അനേക ഭക്തന്മാരെ കാണാൻ കഴിയുന്നു. അതിലൊരു ഭക്തനാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവരുടെ ആശ്രയം ലോകത്തിലായിരുന്നില്ല. അവർ പറയുന്നൊരു വാക്കുണ്ട്, രാജാവേ, നീ ഉണ്ടാക്കിയ വിമ്രത്വം ഞങ്ങൾ ആരാധിക്കത്തില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങൾ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ആശ്രയം ഒന്ന് മാത്രമാണ്, ഞങ്ങളുടെ ദൈവത്തിൽ മാത്രം. അവർ പറയുന്നു, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നീ ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കത്തില്ല. എന്ന പകൽക്കാലം ഓർക്കണമേ, അവർക്ക് വ്യക്തമായിട്ടറിയാം ഈ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നവനാണ്, ഈ ദൈവം ഞങ്ങളെ രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് അവർ തീരുമാനമെടുത്തു, പ്രതികൂലം ഞങ്ങൾക്ക് വിഷയമല്ല, രാജാവിന്റെ തീച്ചോട് ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങളുടെ വിഷയം യേശു കർത്താവാ. പ്രതികൂലം കടന്നു വരാൻ ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷേ എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടെന്ന വിശ്വാസത്തോടെ ഹല്ലേലൂയ ഈ ശത്രുക്കും മേശക്ക് തൻ്റെ ഇടത്തോടെ തലയുയർത്തി പറയാൻ, രാജാവ് ഇല്ല, നീ എന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് ഒറ്റ ആശ്രയമേ ഉള്ളൂ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ വെച്ചിരിക്കുന്ന ബിംബത്തെ ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പ്രിയ ദൈവജനം, ഇന്ന് പറയാൻ കഴിയുമോ, പ്രശ്നമല്ല വിഷയം, എൻ്റെ യേശു വിഷയം. പ്രശ്നങ്ങളുടെ നടുവിൽ കടക്കാൻ കഴിയുന്ന ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ, പ്രിയ കുഞ്ഞെ, നിന്റെ പ്രശ്നം മാറിയിരിക്കും, പ്രതികൂലം മാറിയിരിക്കും, നിന്റെ വിഷയങ്ങൾ നീ പോലും അറിയാതെ മാറുവാനിടയാത്തും. അതാണ് ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ഓർക്കണമേ, രാജാവ് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ, നിങ്ങൾ പുറത്തു വരുവിൻ. രാജാവിന് എങ്ങനെ മനസ്സിലായി? രാജാവിന് മനസ്സിലായി. ഹല്ലേലൂയ. എങ്ങനെയാണ് മനസ്സിലായത്? തനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. ഞങ്ങൾ 3 പേരെ ഇട്ടെങ്കിൽ 4ാമൻ ഒരു വന്നെങ്കിൽ അത് അദർശ്യനായ വ്യക്തിയാണ്, ദൃശ്യത്തിൽ കാണാൻ കഴിയത്തില്ലെങ്കിലും ഹല്ലേലൂയ അതാണ് യഥാർത്ഥമായ നിലയിൽ ആ ശത്രുക്കും മേശക്ക് പറഞ്ഞ ദൈവമെന്ന ഹല്ലേലൂയ ഈ രാജാവിന് മനസ്സിലായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം നിനക്കൊരു കാര്യം മനസ്സിലാക്കണം. നീ ആരാധിക്കുന്ന ദൈവം നിസ്സാരക്കാരനല്ല, അവൻ സർവശക്തനായ ദൈവമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിന്റെ പ്രതികൂലം നിനക്ക് വിഷയമേ അല്ല. നോക്കണമേ, ഇവിടെ പറഞ്ഞ പ്രകാരമാണ് രാജാവ് വാക്കുണ്ട്, എരിയുന്ന തീച്ചൂടിലേക്ക് തീയുടെ ചൂട് 7 മടങ്ങ് കൂട്ടിയിട്ട് അതിലേക്ക് അവരെ കൊണ്ടെറിയുക. നോക്കണമേ, 3 പേരെ 4 പേര് ഉൾപ്പെടെ അങ്ങനെ 12 പേരാണ് ഇവരെ കൊണ്ടിടുന്നത്. എന്നാൽ 12 പേര് ആ തീക്കകത്ത് വെന്തു പോയപ്പോൾ വീഴാതെ 3 പേര് തീക്കകത്ത് നിൽക്കുക. ഒരു കാര്യം ഞാൻ പറയാ, ലോകം നിനക്ക് പ്രതികൂലമായിരിക്കാം, പക്ഷേ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ആ ദൈവം ഇറങ്ങി വരും. ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞ പ്രകാരമാണ്, ആ തീയുടെ ചൂടിനാൽ കൊണ്ടിട്ട എല്ലാവരും ചാമ്പലായിപ്പോയി. അതിന്റെ അർത്ഥം എന്നറിയാമോ? 7 മടങ്ങ് തീ രാജാവ് കൂട്ടിയെങ്കിൽ 70 മടങ്ങ് പവറുള്ള യേശുവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ആ തീയുടെ നടുവിൽ നിൽപ്പുണ്ട്. ആ 70 മടങ്ങ് തീയുടെ നടുവിലേക്ക് ഹല്ലേലൂയ ചെന്ന ആ സഹോദരന്മാർ ഹല്ലേലൂയ ചാമ്പലായെങ്കിൽ ഹല്ലേലൂയ ശത്രുക്കും മേശക്കെന്ന അഭിഷക്തന്മാരെ തൊടുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. നമുക്ക് ഒരു കാര്യം പറയാം, ഹല്ലേലൂയ പഴയ നിയമകാലത്തിൽ ശത്രുക്കും മേശക്ക് അബേദ്നെഗോവിന് വേണ്ടി കർത്താവ് യേശു കർത്താവ് 4ാമനായി ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ പുതിയ നിയമ വിശ്വാസിയ നിനക്ക് വേണ്ടി ഹല്ലേലൂയ യേശു കർത്താവ് 1ാമനായി ഇറങ്ങാൻ പോകുകയാണ്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ 1ാമനായി ഉണ്ടെങ്കിൽ, നിന്റെ ജോലിയിൽ 1ാമനായി ഉണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിൽ 1ാമനായി ഉണ്ടെങ്കിൽ, നിന്റെ പ്രശ്നങ്ങളിൽ 1ാമനായി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനിടയായി തീരും, അടയാളം ചെയ്യാനിടയായി തീരും. ആ യേശുവിന്റെ സാന്നിധ്യമാണ് വ്യക്തമായി ഈ ശത്രുക്ക് മേശക്ക് തിരിച്ചറിഞ്ഞത്. ഇവര് പറയാണ്, ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച
പ്രശ്നങ്ങളുടെ നടുവിലും പതറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച ശത്രുക്കനെയും മേശക്കനെയും ദൈവം അറിഞ്ഞ് അവരെ സഹായിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവം ഒരു കാര്യം പറയാം. നിങ്ങൾ പ്രശ്നത്തെ നേരിടാതെ പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ കണ്ട് അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ അറിയുന്നത് നമുക്കറിയാം. യേശുവിനെ പരശുശൂഷ വേളയിൽ ഹല്ലേലൂയ 38 വർഷമായി കിടന്ന ഒരു രോഗി കിടക്കുകയാ. പക്ഷേ യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ രോഗിയായി കിടന്നതായ ആ വ്യക്തിയെ യേശു കണ്ട് അറിഞ്ഞ് മനസ്സലിഞ്ഞു. ഇന്ന് പകൽക്കാലം പറയാം, പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, പക്ഷേ ഹല്ലേലൂയ യേശു നിന്നെ അറിയാൻ തുടങ്ങിയാൽ നിന്റെ പ്രശ്നങ്ങൾ വിഷയമല്ല, അത് മാറി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. പ്രൈസ് ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവത്തെ ആശ്രയിക്കാൻ കഴിയുമോ? ആശ്രയിച്ചാൽ നിശ്ചയമായും ആ ദൈവം നിന്റെ വിഷയത്തിൽ കടന്നു വരും. ഒരു പക്ഷേ നിന്റെ ജോലി സംബന്ധമായ വിഷയത്തിൽ നീ നാളുകളായി ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ കുടുംബത്തിന് തകർച്ച, കുടുംബജീവിതത്തിന് വിഷയമായിരിക്കാം. ഹല്ലേലൂയ. നാളുകളായി നീ എന്ത് ചെയ്യണമെന്നറിയാതെ അത് വലയുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ എൻ്റെ വിഷയം ആരോട് പറയും? എൻ്റെ വേദന ആരോട് പറയും? ഒരുപക്ഷെ സഹോദര നീ പറയുന്നുണ്ടായിരിക്കാം, സഹോദരി നീ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം പറയട്ടെ, നിന്റെ വിഷയം പറയാൻ പറ്റൊരു വ്യക്തി നിന്റെ അടുത്തിരിപ്പുണ്ട്. അതാണ് യേശു കർത്താവ്. നിന്റെ അടുത്തിരിപ്പുണ്ട്, അകലെയല്ല. ഈ മെസ്സേജ് കേൾക്കുന്ന നിന്റെ അടുത്തിരിപ്പുണ്ട് യേശു കർത്താവ്. നീ ഒന്ന് പറയാൻ കഴിയും, യേശുവേ ഞാൻ നിന്നോട് പറയുക. ഒരു പക്ഷേ നിന്റെ വിഷയം സഹോദരോട് പറഞ്ഞാൽ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞാൽ അവർ പബ്ലിസിറ്റി ചെയ്യും. പക്ഷേ യേശു പബ്ലിസിറ്റി ചെയ്യുന്നവനല്ല, യേശു പരിഹാരം തരുന്നവനാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ വിഷയത്തെ യേശുവിന് മുമ്പിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഒരു പക്ഷേ നീ നീറിപ്പോകുന്ന ഹല്ലേലൂയ നീർന്ന അനുഭവമായിരിക്കാം, ഹൃദയം കൊണ്ട് നീറിപ്പോകുന്ന വിഷയമായിരിക്കാം. പക്ഷേ ആ നീറ്റൽ മാറ്റുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ യേശുവിനെ ആശ്രയിക്കാൻ കഴിയുമോ? അതുകൊണ്ട് വചനം പറയുന്നതാണ്, തങ്ങൾ ആശ്രയിക്കുന്നവരെ ദൈവം അറിയും. നമുക്കൊരു വാക്യോടെ വായിക്കാം. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നിരപ്പാക്കും. ഇവിടെ പറയാണ് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തോടാകരുത്, സ്വന്തം ബുദ്ധിയിൽ നിന്നാകരുത്, അല്ല സ്വന്തം കഴിവിൽ നിന്നാകരുത്. നീ പൂർണ്ണ ഹൃദയത്തോടെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, യേശുവിൽ ആശ്രയിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിന്റെ വഴികൾ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ഹല്ലേലൂയ. നിന്റെ അടഞ്ഞു കിടക്കുന്ന വഴികളെ ഹല്ലേലൂയ ബ്ലോക്കായ വഴികളെ തുറക്കുവാൻ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, അത് പൂർണ്ണ ഹൃദയം ആശ്രയിക്കുന്നെങ്കിൽ വഴിയെ തുറന്ന് നിനക്ക് വിശാലത കൊണ്ട് തരുവാൻ യേശുവിന് കഴിയും. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ വഴിയെ തുറക്കുവാൻ ഈ യേശുവിന് കഴിയും. നിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ ഈ യേശുവിന് കഴിയും. ഈ യേശു വലിയവനാണ്, നിസ്സാരക്കാരനല്ല. അവൻ സർവശക്തനായ യഹോവയാ. പ്രൈസ് ഹല്ലേലൂയ. ഇവിടെ വായിക്കാണ്, നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നിരപ്പാക്കും. നിന്റെ എല്ലാ വഴികളും അവനെ ആരെ? ദൈവത്തെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നിരപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. കുന്നുകളും മണ്ണുകളും മുള്ളുകളും കൊണ്ട് നിറഞ്ഞായിരിക്കും നിന്റെ പാത. എന്ന് വെച്ചാൽ പ്രശ്നം കൊണ്ട് മൂടിയതായിരിക്കാം. പക്ഷേ ഈ പാതയെ നിരപ്പാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേരാ യേശു കർത്താവ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ പ്രശ്നങ്ങൾ അത് മുള്ളായിരിക്കാം, ഒരു മുള്ളു പോലെ ആയിരിക്കാം, കുത്തിക്കൊള്ളിക്കുന്ന വേദനയായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം നിന്റെ ആശ്രയം പൂർണ്ണമായി യേശുവിലാണെങ്കിൽ ആ മുള്ളിനെ ഒടിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി നിന്റെ മേലെ ഇറങ്ങുകയാ കുഞ്ഞെ. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ചില വഴികൾ തുറക്കാൻ പോകുക, നാളുകളായി അടഞ്ഞു ചില മേഖല തുറക്കാൻ പോകുക, നാളുകളായാലും ഭാരപ്പെടുന്ന ചില വിഷയത്തിന് പരിഹാരം ഇറങ്ങുകയാ. ആശ്രയം യേശുവിലാണോ, ഇപ്പോൾ പരിഹാരം വരികയാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ യേശുവിൽ അർപ്പിക്കാൻ കഴിയുമോ? ഇവിടെ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിന്റെ പാതകളെ നേരെയാക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം പറയട്ടെ, ഹല്ലേലൂയ. ആശ്രയം യേശുവിലാണ് കുഞ്ഞെ. നിന്റെ പ്രതികൂലങ്ങൾ ഒരു വിഷയമല്ല. ഹല്ലേലൂയ. ആശ്രയം കർത്താവിലാണോ, പൂർണ്ണമാണോ, അവൻ നിന്നെ അറിയാൻ തുടങ്ങും. പ്രൈസ് ഹല്ലേലൂയ. ഒരു പക്ഷേ ആരും അറിഞ്ഞില്ലെങ്കിലും
ഒരുപക്ഷെ നീറിപ്പോകുന്ന വിഷയം കൊണ്ട് സ്വന്തം ഭർത്താവിനോട് ഭാര്യയോട് പറയാൻ കഴിയാതെ അല്ലെങ്കിൽ പലപ്പോഴും നീ ഉള്ളി വെക്കുന്ന പല വിഷയം കാണാമായിരിക്കാം. ഇന്ന് പകൽക്കാലം ആ യേശു നിനക്ക് തുറന്നു പറയാൻ കഴിയുമോ? തുറന്നു പറഞ്ഞാൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഒരു മല പൊട്ടിപ്പോകുന്നത് പോലെ ഇന്ന് പകൽക്കാലം ചില ഭാരം പൊട്ടിമാറുകയാണ്, ചില പ്രയാസങ്ങൾ പൊട്ടിമാറുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന് മുമ്പാകെ നിനക്കൊന്ന് സ്തുതിക്കാൻ കഴിയുമോ? നിന്റെ തലയൊന്ന് വണക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിന് മുമ്പാകെ നമ്മുടെ തലയൊന്ന് വണക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രിയ കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണിക്കൂടെ ഒരു തുള്ളി കണ്ണ് ഒഴുകിക്കഴിഞ്ഞാൽ ആ ഒഴുകുന്ന സമയത്ത് തന്നെ യേശുവിനെ കൊണ്ട് പ്രവർത്തിക്കാൻ പോകുകയാണ്. നീ കരയുന്നത് നിന്റെ പപ്പായുടെ മുമ്പിലും അമ്മയുടെ മുമ്പിലും സഹോദരന്റെ മുമ്പിലല്ല, യേശുവിന് മുമ്പാകെയാണ്. അങ്ങനെയെങ്കിൽ ആ യേശു ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഇവിടെ നാം കേട്ടു, യഹോവ നല്ലവനും കഷ്ടതവും ശരണമാകുന്നു. ശ്രദ്ധിക്കുക, 1 യഹോവ നല്ലവനാണ്, 2 കഷ്ടതവും ശരണമാകണം. ശ്രദ്ധിക്കണമേ, യേശു നല്ലവനാണ്. എങ്ങനെ നല്ലവനാകുന്നത് നോക്കണമേ. നമ്മുടെ കൂട്ടുകാർ ഒരു പക്ഷെ നല്ലവനാകണമെന്നില്ല, സ്വന്തക്കാർ നല്ലവനാകണമെന്നില്ല, പക്ഷേ യേശു നല്ലവനാണ്. കാരണം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? യേശു നമുക്ക് വേണ്ടി നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, തിന്മയ്ക്കായി പ്രവർത്തിക്കുന്നവനല്ല യേശു. ശ്രദ്ധിക്കണമേ, തിന്മകൾ മാറ്റുന്നവനാണ്, പ്രശ്നങ്ങളെ മാറ്റുന്നവനാണ്, കഷ്ടതകൾ മാറ്റുന്നവനാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ നിനക്ക് സഹിച്ചുകൂടാൻ കഴിയാത്തതായിരിക്കാം, സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായിരിക്കാം, കുടുംബ വിഷയമായിരിക്കാം. ഒരുപക്ഷെ ഭർത്താവിൻ്റെ വാക്കുകൾ, ഭാര്യയുടെ വാക്കുകൾ, കുഞ്ഞുങ്ങളുടെ വാക്കുകൾ നിന്ന് തളർത്തുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ സഹോദര, നീ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ 4 സൈഡിൽ നിനക്ക് പ്രതികൂലമായിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, ഈ പ്രതികൂലത്തിൻ്റെ മേഖലയുടെ നടുവിലും നിനക്ക് വേണ്ടി ഈ ദൈവം പ്രവർത്തിക്കാൻ കഴിയും. നീ വിശ്വാസത്തിൽ വന്നതുകൊണ്ട്, നീ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ ഹല്ലേലൂയ നിന്നെ പലരും പല വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ശ്രദ്ധിക്കണമേ, ആ വാക്കുകളെ യേശു കർത്താവ് തട്ടിമാറ്റാനിടയായി തീരും. എന്ന പകൽക്കാലം ഓർക്കണമേ, നിങ്ങളുടെ വിഷയം യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. നീ രോഗിയാണെങ്കിൽ ആ രോഗമുള്ള ഭാഗത്ത് കരം വെച്ച് പറയാൻ കഴിയുമോ, എൻ്റെ കഷ്ടത മാറിയെന്ന്? പലപ്പോഴും കുഞ്ഞെ, നിന്റെ വാക്കുകളാണ് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നത്, ശാപത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം പറയാറില്ലേ, ഈ കുഞ്ഞ് പഠിക്കാതിരുന്നപ്പോൾ ഈ മുടിഞ്ഞെന്ന് പറയാറില്ലയോ? പല വാക്കുകൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാറില്ലയോ? ഇന്ന് പകൽക്കാലം നിർത്താൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയുമോ? ശ്രദ്ധിക്കണമേ, ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ഹല്ലേലൂയ. യോസേഫ് തൻ്റെ അപ്പനായ യാക്കോബിൻ്റെ അടുത്തേക്ക് തൻ്റെ 2 കുഞ്ഞു മക്കളെയും വിളിച്ചുകൊണ്ട് ചെന്നു. ഒറ്റ ലക്ഷ്യമേ അതിനകത്തുള്ളൂ, യാക്കോബായ പിതാവേ, എൻ്റെ മക്കളെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ. പ്രിയ ദൈവം, ഒരു കാര്യം പറയാം, നമ്മുടെ മക്കളെ ശപിക്കാതെ ഹല്ലേലൂയ ഒന്ന് അനുഗ്രഹിക്കാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ദൈവം പ്രവർത്തിക്കാൻ ഇടയായി തീരും. നോക്കണമേ, യോസേഫ് പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ, നിന്റെ അനുഗ്രഹം എൻ്റെ മക്കൾക്ക് അനുഗ്രഹമാണ്. പ്രിയ സഹോദര സഹോദരി, പിതാവിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ചെല്ലുന്ന മേഖല അനുഗ്രഹിക്കാനിടയായി തീരും. മറിച്ച് പിതാവിൻ്റെയും മാതാവിൻ്റെ ശാപം നിന്റെ തലയ്ക്ക് മുന്നിൽ നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ പലപ്പോഴും നിനക്കത് നിരാശകരമത്തിനിടയായി തീരും. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോട് പറയാൻ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങളെ ശപിക്കാനിടയായി തീരരുത്. നോക്കണമേ, ഇവിടെ യോസേപ്പിന്റെ പിതാവായ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ കഴിവുണ്ടായിരിക്കും, കഴിവില്ലായിരിക്കാം. ആ കഴിവിനെ നമ്മൾ കഴിവുകേടിനെ ഉയർത്തി പറയാതെ, ഹല്ലേലൂയ, അവർ കഴിവില്ലാത്തത് പറഞ്ഞ് തള്ളിക്കളയാതെ ആ കുഞ്ഞിനൊന്ന് അനുഗ്രഹിക്കാൻ കഴിയുമോ? അങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞായിരിക്കും ഒരു പക്ഷേ ലോകം അറിയപ്പെടുന്ന വ്യക്തിയായി മാറുന്നത്. ആ കുഞ്ഞായിരിക്കും ഒരു പക്ഷേ ജനം അറിയപ്പെടുന്ന വ്യക്തിയായി മാറുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതുകൊണ്ട് നീ പലപ്പോഴും നിരാശപ്പെടുന്ന വിഷയങ്ങളെ മാറ്റിവെച്ചിട്ട്, ഇല്ല യഹോവ ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നേ. വചനം പറയുന്നു, യഹോവയിൽ തന്നെ ആശ്രയിക്കുക, അവൻ നിന്റെ സകല കാര്യങ്ങളും നിവർത്തിക്കാനിടയായി തരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആശ്രയം പൂർണ്ണമായി യഹോവയിൽ ആശ്രയം. വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ആശ്രയിച്ചാൽ അതിലും നല്ലത് യഹോവയിൽ ആശ്രയിക്കുക. അതുകൊണ്ട് വചനം പറയുന്നത്, മനുഷ്യൻ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ സമയം തന്നെ കർത്താവ് എന്നെ കേൾക്കുന്ന
എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരാശകൾ മാറട്ടെ, പ്രശ്നങ്ങൾ മാറട്ടെ കർത്താവേ. നാളുകളെ തളർത്തിക്കൊണ്ടിരിക്കുന്നതായ എല്ലാ രോഗത്തിൻ്റെ കെടുതികൾ മാറട്ടെ കർത്താവേ. യേശുവിൻ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരത്ഭുതം സംഭവിക്കട്ടെ കർത്താവേ. നാളുകളായ നിരാശകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ കർത്താവേ. പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അതേ യഹോവയുടെ കരം ഇന്ന് പകൽ ഈ മക്കളുടെ മേൽ ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇരിക്കുന്ന മേഖലയിൽ ഹല്ലേലൂയ, അത് രോഗിയെ കിടക്കുന്ന കിടപ്പിലാണെങ്കിൽ ആ കിടപ്പറയിൽ യേശുവിന് ശക്തി ഇറങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ. നാളുകൾ അനുഭവിക്കുന്ന എന്ത് ക്ലേശമാണോ അതിപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.